10,000 രൂപയ്ക്ക് താഴെയുള്ള 5G ഫോണുകളുടെ യുദ്ധക്കളത്തിലേക്ക് ഇതാ ഒരുത്തനും കൂടി. ഇതാണ് ഇൻഫിനിക്സ് 250, ഐ മീൻ ഇൻഫിനിക്സ് ഹോട്ട് 50. എന്നാൽ 10,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഫോൺ ലോഞ്ച് ആവുന്നത് എന്ന് പറഞ്ഞ് ചാടിക്കേറി വാങ്ങാൻ നിൽക്കുന്നവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മേടിക്കുക. അതിനു മുന്നേ നിങ്ങളോടൊരു ചോദ്യം, ഈ സ്മാർട്ട് ഫോണിന്റെ പുറകുവശത്ത് എത്ര ക്യാമറകളുണ്ട്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. സൂക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഉത്തരം. അത്യാവശ്യം സ്ലിം ആണ്, 7.8 മില്ലിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ്. സ്പീക്കറുകളിൽ ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ഡ്യുവൽ സിം സ്ലോട്ട് ഉണ്ട്, 1 TB വരെ SD കാർഡ് ഇടാം, സെക്കൻഡറി മൈക്കോ IR ബ്ലാസ്റ്ററോ ഇല്ല, വോളിയം റോക്കേഴ്സും പവർ ബട്ടണിൽ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട്. 1 2 3 കൊള്ളാം, ഫാസ്റ്റ് ആണ്. ഈവൻ നിങ്ങൾക്ക് ഇതാ ഫേസ് അൺലോക്കും കിട്ടും. ഒരു വലിയ വാഗ്ദാനം ഇൻഫിനിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഫോൺ എന്ന്. റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 50 മാസം വരെ സ്ലോ ആവുകയേ ഇല്ല എന്ന്. ഇൻഫിനിക്സ് അല്ല പറഞ്ഞത്, ശരിക്കും TUV SUD ആണ്. ഇതിൽ TUV SUD റേറ്റിംഗ് ഉണ്ട്. 60 മന്ത് ഫ്ലുവൻസി റേറ്റിംഗ് ആണ്, A ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഐ മീൻ 50 അല്ല 60 മാസം വരെ ഇത് മേടിച്ചപ്പോൾ എത്ര സ്മൂത്ത് ആണോ അതേ സ്മൂത്തിൽ ഓടുമെന്ന് വാഗ്ദാനം. എന്നാലും ഒരു മാറ്റ് ഫിനിഷിലാണ് ഡിവൈസിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്യാമറ മോഡ്യൂളും സെപ്പറേറ്റ് ആയിട്ട് ഫ്ലാഷും കാണാം. കുറച്ച് നാൾ കണ്ട ഡിസൈനുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ. ഡിവൈസ് IP52 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് റേറ്റിംഗ് ഉള്ളതാണ്. ഇത് തന്നെ വീഗൻ ലെതറിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്, പർപ്പിൾ കളർ. സോ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ എത്ര ക്യാമറകളുണ്ട്? ഞാൻ ഇതിന്റെ കറക്റ്റ് ആൻസർ, അതായത് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എത്ര ക്യാമറ ഇതിലുണ്ടെന്ന് വെച്ചാൽ 1. എന്നാൽ ഇൻഫിനിക്സ് ഇതിനെ പറയുന്നത് ഡ്യുവൽ AI ക്യാമറ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമായിരിക്കും, ഈ മൂന്നാമത്തത് എന്താണ്? എനിക്കറിയാൻ പാടില്ല, സൂക്ഷിച്ച് നോക്കിയോ, ഇതിനകത്തൊന്നുമില്ല, ലെൻസ് പോലും ഇല്ല. ഏതായാലും പ്രൈമറി ക്യാമറ 48 മെഗാ പിക്സലിലെ സോണി IMX582 സെൻസറാണ്. ആൻഡ് ഫോർ എ 10,000 rupees പ്രൈസ് പോയിന്റ് ഫോട്ടോസ് ആർ ഡീസെന്റ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് ഔട്ട്ഡോർ കണ്ടീഷൻസിൽ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ എടുക്കുന്നത്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുവാണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ കുഴപ്പമില്ല. ഇതിനെ അവർ AI ക്യാമറ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എല്ലാത്തിലും AI എന്ന് പറഞ്ഞ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലാണ് എന്നെ ഞെട്ടിച്ചത്. 1080p 60 FPS നിൽക്ക് 2K 30 FPS വരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നടന്നുകൊണ്ടൊന്നും വീഡിയോ എടുക്കുന്ന അഭ്യാസം ഒന്നും കാണിക്കേണ്ട. അത് ഇതേപോലെ വീഡിയോ വരും. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ വരും. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഡ്യുവൽ മോഡൊക്കെ ഉണ്ട്. എന്നാൽ സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ആൻഡ് സെൽഫീസ് ആർ ഓൾസോ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സെൽഫീസ് ആണ്. ഈവൻ സെൽഫി വീഡിയോസും കൊള്ളാം. സർപ്രൈസിംഗ്ലി നിങ്ങൾക്ക് ഫ്രണ്ടിലും 2K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. ബട്ട് ബാക്കിലെ പോലെ 1080p 60 FPS ഓപ്ഷൻ കിട്ടുന്നില്ല. എന്നാൽ ഫ്രണ്ടിൽ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ക്യാമറയിൽ പോയിട്ട് സെൽഫി മോഡിലാക്കിയിട്ട് ഈ ഒരു ഫ്ലാഷിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലും നിങ്ങൾക്ക് ഫ്ലാഷ് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. കൊള്ളാം. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫീച്ചറായിരുന്നു ഇതൊക്കെ, മൂൺ ലൈറ്റ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തിരിച്ചു വന്നിട്ടുണ്ട്, ബട്ട് 10,000 rupees ഫോണിൽ. പിന്നെ അതേപോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ സെൽഫി എടുക്കാൻ പറ്റുന്ന വൈഡ് സെൽഫി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി മെമ്മറി സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 16 GB, ഇതേ കണ്ടില്ലേ 16 GB, ഐ മീൻ 8 GBയുടെ ആക്ച്വൽ റാമും 8 GBയുടെ വിർച്വൽ റാമും. LPDDR4X റാം ആണ്. ആൻഡ് സ്റ്റോറേജ് 128 GB അവൈലബിൾ ആണ്. UFS 2.2 സ്റ്റോറേജ്. ഈ പ്രൈസ് പോയിന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ UFS കിട്ടുന്നുണ്ട്, ബട്ട് eMMC 5.1 തരുന്ന ഫോണുകൾ ഉണ്ട്. ഏറ്റവും ലോവസ്റ്റ് റാം വേരിയന്റ് 4 GB ആണ്. OTG കുത്തി പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് 1 TB വരെ മെമ്മറി കാർഡ് ഇടാം. ഇതെന്തുവാ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുണ്ടല്ലോ ഫേസ് ഐഡി ഡിറ്റക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഫേസ് ഐഡി തെറ്റാണെങ്കിൽ ബും ബും എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി 10,000 രൂപയുടെ ഫോണിലും ഇൻഫിനിക്സ് AI കൊണ്ടുവന്നിട്ടുണ്ട്. സോ എവിടെയൊക്കെയാണ് AI കൊണ്ടുവന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ AI ക്യാമറ എന്ന് കാണാം. യെസ്, ഇതിനകത്ത് AI ക്യാമറ ഉണ്ട്. പക്ഷേ ആ AI എന്താണ് എന്ന് എന്നോട് ചോദിക്കരുത്. AI ക്യാമറ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു AI ഗാലറി കിട്ടും. ഞാൻ വീണ്ടും പറയുവാണ്, AI ഗാലറി ഉണ്ട്. അതിലെന്താണ് AI എന്ന് ചോദിക്കരുത്. പിന്നെ AI ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ ഉപയോഗം അനുസരിച്ച് അത് പഠിച്ചിട്ട് 80% ചാർജ് ആകുമ്പോഴേക്കും കട്ട് ഓഫ് ആക്കുന്ന പരിപാടി. പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ബോക്സ്, ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉപയോഗം അനുസരിച്ച് സ്മാർട്ട് സജഷൻസ്, അതും AI ആണെന്നാണ് പറയുന്നത്. 10,000 രൂപയുടെ ഫോണാണ്. സോ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള AI വന്നിരിക്കുന്നത് ഇവിടെയാണ്, വാൾപേപ്പറിൽ. AI വാൾപേപ്പർ ജനറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് AI ഉപയോഗിച്ച് 2 രീതിയിൽ, ഒന്നിലെ നിങ്ങൾക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ല നെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഡ്യുവൽ ബാൻഡ് 5G സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഒന്നും കൂടെ നെറ്റ് കണക്ട് ചെയ്യട്ടെ. എവിടെ നെറ്റ്? സോ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ചും ഫോട്ടോ ഉപയോഗിച്ചും AI ജനറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് ഒരു വാൾപേപ്പർ ജനറേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അടിക്കാം, എ സീനറി ഓഫ് എ സിറ്റി വിത്ത് ബ്യൂട്ടിഫുൾ സ്നോ കവേർഡ് മൗണ്ടെയിൻസ് ബിഹൈൻഡ് എ ബിസി റോഡ്. ഓക്കെ, ഞാൻ ഇതാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ ജനറേറ്റ് ചെയ്യുവാണ്. സോ ഇത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ അടിച്ചു കൊടുത്തതും ഈ ജനറേറ്റ് ആയതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു നോക്കാം. എ ക്യാറ്റ് ഈറ്റിംഗ് ഐസ്ക്രീം ഡ്രൈവിംഗ് എ കാർ. യെസ്, ഇതിനകത്ത് ക്യാറ്റും കാണുന്നില്ല, ഐസ്ക്രീമും കാണുന്നില്ല, കാറും കാണുന്നില്ല. ഐ തിങ്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊടുത്തു നോക്കാം. എ ക്യാറ്റ് ഈറ്റിംഗ് ഐസ്ക്രീം, അത്ര മതി. എ ക്യാറ്റ് ഈറ്റിംഗ് ഐസ്ക്രീം. ഇതെങ്കിലും മര്യാദയ്ക്ക് ജനറേറ്റ് ചെയ്യുമോ നോക്കാം. ഓഫ്, ഫൈനലി ഗുഡ് ജോബ്. ഇനി ഇതാ ഇമേജ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇതേമാതിരിയൊക്കെ ഒരു അവതാർസ് ജനറേറ്റ് ചെയ്യാം. ഈവൻ കോസ്റ്റ്യൂംസ്, ഇത് കണ്ടില്ലേ, പല ടൈപ്പ് കോസ്റ്റ്യൂംസ്, അതേപോലെ പെറ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. എനിക്ക് മനസ്സിലാവാത്ത ഇതിലെല്ലാം പെമ്പിള്ളേരുടെ ഫോട്ടോയെ കൊടുത്തേക്ക്. നോക്കിയത് കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ചെക്കന്മാരുടെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. വാട്ട് ഈസ് ദിസ്? പക്ഷേ ഡിസ്പ്ലേ 6.7 ഇഞ്ചിൻ്റെ HD+ ആയിട്ടുള്ള പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതായത് 60 FPS, 90 FPS, 120 FPS ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ആവും. ആൻഡ് സൈഡ് ബെസൽസ് നിങ്ങൾ നോക്കിയേ, ഓൾമോസ്റ്റ് മുകളിലും സൈഡിലൊക്കെ ഈക്വൽ ആണ്. ഈ ഒരു പ്രൈസിലുള്ള ഫോണിന് അത്യാവശ്യം ചെറിയ ബെസലാണ്. താഴെ ചെറിയൊരു ചിഹ്നമുണ്ട്. 93.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. ഐ മീൻ 93.9%. പിന്നെ നിങ്ങൾക്ക് ഇത് ഡൈനാമിക് ബാർ, അതായത് ഫേസ് അൺലോക്ക് ചെയ്യുമ്പോൾ ആൻഡ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത്, ചാർജ് ചെയ്യുന്ന സമയത്ത്, കോൾ വരുമ്പോഴൊക്കെ ഇവിടെ ആ ഒരു ബാറിൽ വരും ഡൈനാമിക് ഐലൻഡ്. ഇനി ചിപ്സെറ്റ് വൈസ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മീഡിയാടെക് Dimensity 6300 ആണ്. ആൻഡ് 4.2 lakhs-ന്റെ ഒരു 122 സ്കോർ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസെൻ്റ്ലി പെർഫോമിംഗ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. നമ്മൾ ഈവൻ കണ്ടുവരുന്നുണ്ട് 10,000, 11,000, 12,000, 15,000 ആ ഒരു റേഞ്ചിലൊക്കെ വരെ ഈ സെയിം പ്രോസർ പോകുന്നുണ്ട്. സോ പ്രോസർ വൈസ് നോർമൽ ടാസ്കുകൾ, ഡേ ടു ഡേ ടാസ്ക്, ചെറുകിട ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല പ്രോസറാണ് ഫോർ ദിസ് പ്രൈസ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചാർജർ ആക്ച്വലി 10 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഇതിനകത്തുള്ളത്. പക്ഷേ 18 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഇതിലുണ്ട്. അതേപോലെ ബോക്സിനകത്ത് നിങ്ങൾക്ക് കേസ് വരുന്നുണ്ട്. എല്ലാം പോയി. അതേപോലെ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഒരു TPU കേസ്, യൂസർ ഗൈഡും വാറണ്ടി കാർഡും, Type-A to Type-C കേബിൾ, ആൻഡ് ഒരു കുഞ്ഞ് പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് സിം ടൂൾ. ആൻഡ് ഡിവൈസ് വരുന്നത് Android 14 ബേസ് ചെയ്തിട്ടുള്ള XOS 14 ആൻഡ് ഇതിനകത്ത് ഈ കാണുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ അഭിപ്രായം വെച്ച് ഈ ഫോൺ നിങ്ങൾ മേടിക്കണം. ഇത് നല്ല ഫോണാണോ എന്ന് ചോദിച്ചാൽ യെസ്, ദിസ് ഇസ് എ ഗുഡ് ഫോൺ. ഫോർ 10,000 rupees പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് ഒരു പഞ്ച് ഹോൾ ക്യാമറ, അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ, കുഴപ്പമില്ലാത്ത നല്ല ബിൽഡ്, നല്ലൊരു വലിയ സ്ക്രീൻ, അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും ആൻഡ് 2K 30 FPS വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ, ആൻഡ് UFS 2.2 സ്റ്റോറേജ് ഉള്ള ഒരു ഫോണ്. മൊത്തത്തിൽ ഓവറോൾ ഒരു ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ ഐ വുഡ് റെക്കമെൻഡ് ദിസ് സ്മാർട്ട് ഫോൺ. കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി 10,000 rupees 2 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് കമ്പയർ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത അതേ കാറ്റഗറിയിൽ നല്ല പോലെ പിടിച്ചേക്കാൻ പറ്റുന്ന വേറൊരു സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.